എൻ ശ്രീകുമാർ, എന്തുകൊണ്ട് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിനോ UDFിനോ തോന്നുന്നില്ല? സതീശൻ തന്നെ പറയുകയാണ്, ഈ ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരുടെ വോട്ടുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ അടുത്ത വാചകത്തിൽ പറയാവുന്നതാണല്ലോ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന്. അപ്പോൾ പറയും ആരുടെ വോട്ടും വേണ്ടെന്ന് വെക്കാൻ പറയാൻ പറ്റില്ല എന്ന്. നോക്കൂ മഞ്ജുഷേ, ഇതിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ ചില നയങ്ങളോട് ഇന്ത്യ മുന്നണിയുടെ ചില നയങ്ങളോട് താല്പര്യമുണ്ടെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വോട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അതൊരു ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ്. ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ചർച്ചാ വിഷയമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ LDF വിരുദ്ധത കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ LDFനെ പിന്തുണയ്ക്കാൻ കഴിയും? ദേശീയ തലത്തിൽ BJPക്കെതിരായ 10-20 പാർട്ടികൾ ഒന്നിച്ച് ഇന്ത്യ മുന്നണി രൂപം കൊണ്ട് വലിയ ശക്തിപ്രകടനം നടത്തുകയും അവരുടെ നേതാക്കൾക്കെതിരെ BJP അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഊർജ്ജസ്വലത ഇല്ലാതാക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച, കോൺഗ്രസ് മുന്നോട്ട് വെച്ച ജാതി സെൻസസ് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, അതുപോലെ മതേതര ചിന്ത ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുമ്പോൾ, രജിസ്ട്രേഡ് രാഷ്ട്രീയ പാർട്ടിയാണ് അവരത് പറയുമ്പോൾ അത് അവരുടെ തീരുമാനമാണ്. പക്ഷെ നിരോധിത സംഘടനയായ PFIയുമായി ബന്ധമുള്ളത് കൊണ്ടല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ SDPIയുമായിട്ട് നേരത്തെയും നിങ്ങൾക്ക് ബന്ധം പുലർത്താമായിരുന്നുവല്ലോ. പരസ്യമായിട്ട് രഹസ്യമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ 2014-ലും 2019-ലും ഒക്കെ SDPI മത്സരിച്ചു എന്ന് വെച്ച് ചില മണ്ഡലങ്ങളിലെങ്കിലും ധാരണയൊക്കെ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് 2021-ൽ അങ്ങനെ ഒരു ധാരണ LDFുമായിട്ട് SDPI നടത്തിയിട്ടുണ്ട് എന്നൊക്കെ. അന്നപ്പോൾ SDPIയും LDFും തമ്മിൽ ധാരണ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇന്നും സതീശൻ പറയുകയുണ്ടായി 2021-ൽ SDPI LDFിനാണല്ലോ പിന്തുണ കൊടുത്തത് എന്ന്. അപ്പോൾ അതൊരു മോശം കാര്യമാണെങ്കിൽ ഇതെന്തുകൊണ്ട് മോശം കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല? അതാണ് ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഇതാരെങ്കിലും കോൺഗ്രസിനും UDFിനും പണി കൊടുത്തതാണ്. ഇങ്ങനൊരു പിന്തുണ ആഗ്രഹിച്ചിരുന്നില്ല കോൺഗ്രസും UDFും, പക്ഷേ അവർ കയറി അങ്ങ് പ്രഖ്യാപിച്ചു. അങ്ങനെ പണി കൊടുത്തതൊന്നുമല്ല. അതിപ്പോ എന്താണെന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉള്ള സമയത്താണ് CPMുമായിട്ട് അവർക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ കക്ഷി അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് അവരുടെ ആശയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അവരുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഈ പിന്തുണ വേണ്ട എന്ന് വെക്കേണ്ട ഒരാവശ്യം ആർക്കുമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ, അത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും കോൺഗ്രസിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ ഒരാളാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം RSS ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെതിരായി CPMനൊപ്പം നിന്നപ്പോൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് EMS പറഞ്ഞില്ല. 70കളിലെ മഹാസഖ്യത്തിൽ ജനസംഘം RSS CPM മുന്നണി രൂപപ്പെട്ട നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമൊക്കെ കണ്ടുപരിചയിച്ച ഇന്ത്യയില് ഇതൊരു പുതിയ സാഹചര്യമാണ്. എന്താണ് ആ സാഹചര്യം? കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നയങ്ങൾ അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും, അത് കേന്ദ്ര സംസ്ഥാന ഫെഡറൽ സംവിധാനത്തിനെതിരാണെന്നും, സെൻട്രൽ സ്റ്റേറ്റ് ലിസ്റ്റുകൾക്കെതിരാണെന്നും, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്നും മതേതരത്വത്തിനെതിരാണെന്നും ഒന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഒരു മുന്നണിയായിട്ട് രൂപം പ്രാപിച്ചത്. അതൊക്കെ ശരി. ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതല്ലെങ്കിൽ VD സതീശൻ അത് തുറന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പറയാമായിരുന്നു. SDPIക്ക് എന്ത് കുഴപ്പമാണുള്ളത്, അവരുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നത് എന്ന് പറയാമായിരുന്നു. ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ട് അവർ വന്ന് പിന്തുണ നൽകുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മതനിരപേക്ഷമായ ഒരു സംഘടനയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഭീകരവാദോ ബന്ധമുള്ള സംഘടനയാന്നുള്ള രീതിയിലുള്ള സൂചനകളും നൽകുന്നു. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. അത്തരത്തിലുള്ള സംഘടനകളുമായി ബന്ധം പുലർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പറയുന്ന VD സതീശൻ ഒരിക്കലും പറയുന്നില്ല SDPIയുടെ വോട്ടുകൾ വേണ്ട എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുന്ന, UDFിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം പോയില്ലേ? മഞ്ജുഷ പറഞ്ഞത് VD സതീശൻ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞത്. ആ ചോദ്യം
വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോഴാണ് പറഞ്ഞത് ഒരു ഭീകര സംഘടനയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന്. ആ നമ്മൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് ആ ചോദ്യം കൂടെ പറഞ്ഞിട്ടേ ഉത്തരം പറയാവൂ. ഇവിടെ സംഭവിച്ചത് കോൺഗ്രസിന് തൊട്ടുകൂടായ്മയില്ല. കോൺഗ്രസിന് തൊട്ടുകൂടായ്മയില്ല. അല്ലല്ല, ഇത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് അവരിങ്ങോട്ട് കയറി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അക്കാര്യം UDF ചർച്ച ചെയ്തിട്ട് പോലുമില്ല ആ പിന്തുണയെ കുറിച്ച്. അവരിന്നലെ പറഞ്ഞു, അവരിന്നലെയാണ് അവരുടെ തീരുമാനം പറഞ്ഞത്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF പിന്താങ്ങാൻ തീരുമാനിച്ചു എന്നവർ പറയുന്നു. ആ പിന്താങ്ങുന്നതിനെ കുറിച്ച് ഇന്ന് പത്രലേഖകർ ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് സതീശൻ പറഞ്ഞത്. ഇത് UDF ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്യുമ്പോൾ ഇതിന് രൂപം വരും. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് SDPI എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായുള്ള കേരളത്തിലെ UDF പിന്താങ്ങിയത്? ഇന്ത്യ മുന്നണിയിലെ LDF പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ പിന്തുണയ്ക്കുന്നില്ല. കാരണം കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM CPI കേരളത്തിൽ LDF ആയിട്ട് മത്സരിക്കുമ്പോൾ SDPI അവർക്ക് പിന്തുണ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അത് കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ് LDF നയങ്ങൾ എന്നുള്ളതുകൊണ്ടാണ്. അവിടെ ആ വോട്ട് കോൺഗ്രസിന് ചെയ്യുമെന്നവർ പറഞ്ഞാൽ നിങ്ങളിത് ചെയ്യണ്ട എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ആരും സ്വീകരിച്ചിട്ടുള്ള മാർഗമല്ല. പക്ഷേ ശ്രീകുമാറിന്റെ നിലപാടിലാണ്, ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് യുഡിഎഫിലും ചർച്ച ചെയ്യുമെന്ന് പറയുന്നുണ്ട്.